ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കൊറിന്തോസ് മാർപ്പാപ്പാ, പത്മഹായിലെ പ്രിയ ശുശ്രൂഷകരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും തൃത്വനാമത്തിൽ സ്നേഹമാണ്. സഭയുടെ ആരാധനാ വർഷത്തിന്റെ ക്രമീകരണമനുസരിച്ച് ഒരു പുതിയ ആരാധനാ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 7 ആരാധനാ കാലഘട്ടത്തിൽ ഒന്നാം കാലമായ അറിയിപ്പ് കാലത്തിലൂടെ ഒരു വർഷത്തിന്റെ ദൈർഘ്യമേറിയ ഒരു യാത്ര നാം ആരംഭിക്കുകയാണ്. പ്രത്യേക ഹൂദോസീത്തോ ഞായറാഴ്ചയായി സഭയിൽ ആചരിക്കുമ്പോൾ വിശുദ്ധ എവങ്കേലിയൻ ഭാഗമായി നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 42 വരെയുള്ള വേദവാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൽ 22 മുതൽ 42 വരെയുള്ള വേദവാക്യങ്ങൾ. യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തമ്പുരാൻ തന്റെ ശിഷ്യന്മാരുമൊത്ത് യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രതിഷ്ഠാപനനാൾ ആചരിക്കുവാനായിട്ട് എത്തുമ്പോൾ ഒരു കൂട്ടം യഹൂദന്മാർ യേശു തമ്പുരാനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന് തമ്പുരാൻ നൽകുന്ന ഒരു പ്രത്യുത്തരവുമാണ് പ്രധാനമായും ഈ വേദഭാഗം നമ്മോട് സംവേദിക്കുന്നത്. യെരൂശലേം ദേവാലയത്തിൽ പ്രതിഷ്ഠാപനനാൾ ആചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദഭാഗം ആരംഭിക്കുമ്പോൾ നിശ്ചയമായും ആ പ്രതിഷ്ഠാപനനാൾ എന്താണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യഹൂദ സംസ്കാരത്തിലും യഹൂദ സഭയിലും പ്രതിഷ്ഠാപനനാളിനുണ്ടായിരുന്ന പ്രാധാന്യത മനസ്സിലാക്കുവാൻ നിശ്ചയമായും പ്രതിഷ്ഠാപനനാളിന്റെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് എത്തി നോക്കണം. കാരണം വിസ്മരിക്കപ്പെട്ടു പോയ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉടമ്പടിക്ക് വേണ്ടി ജീവൻ നൽകിയ അനവധി ജീവിതങ്ങളുടെ കഥ അറിയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയാകും. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ BC 170-168 കാലഘട്ടത്തിൽ സിറിയൻ രാജാവായിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ യെരൂശലേം നഗരം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും യെരൂശലേം ദേവാലയം നശിപ്പിക്കുകയും അവിടെ അന്യദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും മറ്റ് ബലികൾ നടത്തുന്നതിലൂടെ യെരൂശലേം ദേവാലയം അശുദ്ധമാക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ, വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മഹാനായ യൂദാമക്കാരുടെ നേതൃത്വത്തിൽ അവർ യെരൂശലേം നഗരത്തെ തിരിച്ചുപിടിക്കുകയും യെരൂശലേം ദേവാലയം പുതുക്കിപ്പണിത് ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ആ പുനഃപ്രതിഷ്ഠാ പെരുന്നാളിന്റെ സൂചനയാണ് ഈ വേദഭാഗത്തിൽ നാം കാണുന്നത്. ആ പുനഃപ്രതിഷ്ഠാ പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടിയാണ് യേശു തമ്പുരാൻ യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. പ്രകാശത്തിന്റെ ഉത്സവമെന്നും ഹനൂക്ക എന്നുമൊക്കെ ഈ ഒരു ഉത്സവത്തിന് യെരൂശലേം ദേവാലയത്തിലും യഹൂദന്മാരുടെ ഇടയിലും പേരുകളുണ്ടായെന്ന് മനസ്സിലാക്കണം. എന്നാൽ വളരെ നൂറ്റാണ്ടുകൾക്കിപ്പുറം യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ പെരുന്നാളിനെ കുറിച്ച് നാം വായിക്കുകയും സഭയുണ്ടാകുകയും പുനഃപ്രതിഷ്ഠാ പെരുന്നാൾ ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ വ്യക്തിപരമായി നാം ഒക്കെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. എന്തെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ ഈ ഹൂദോസീത്തോ ഞായറാഴ്ചയിലൂടെ സാധ്യമാകേണ്ടതും ഒരു പുനഃപ്രതിഷ്ഠയുടെ അനുഭവമാകണമെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന 3 ചോദ്യങ്ങളുണ്ട്. എന്ത്, എങ്ങനെ, എന്തിന് പുനഃപ്രതിഷ്ഠിക്കപ്പെടണം എന്ന് പിതാക്കന്മാർ കൽപ്പിക്കുമ്പോൾ ഈ ഹൂദോസീത്തോ ഞായറാഴ്ചയിലൂടെ നാം കുടുംബമായി വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങൾ പുനഃപ്രതിഷ്ഠിക്കപ്പെടണമെന്ന് ഈ വേദഭാഗം നമ്മോട് ആജ്ഞാപിക്കുമ്പോൾ ശരിക്കും എന്താണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത് എന്ന്, എങ്ങനെയാണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്, എന്തിനാണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നാം കണ്ടെത്തി മതിയാവുകയുള്ളൂ. വേദഭാഗത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്പനേരത്തെ ചിന്തയ്ക്കായി ഈ 3 ചോദ്യങ്ങളെ സമർപ്പിക്കട്ടെ. ഒന്നാമതായി, എന്താണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? വാട്ട് ഈസ് ടു ബി റീഡെഡിക്കേറ്റഡ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാണ് എന്ന് പറഞ്ഞ പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ വിശ്വാസമാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയിലെ ഒരംഗമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ധ്യാനത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും നാം പുനഃപ്രതിഷ്ഠിക്കേണ്ടത് ക്രിസ്തുവാകുന്ന ആ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൂടെയും നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ട ഒരു പുനഃപ്രതിഷ്ഠ. അങ്ങനെയെങ്കിൽ ഈ പുനഃപ്രതിഷ്ഠാ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരിക്കലും ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ പുനഃപ്രതിഷ്ഠയേക്കാൾ, ദേവാലയത്തിന്റെ കല്ലുകളുടെ പുനഃപ്രതിഷ്ഠയേക്കാൾ മറിച്ച് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ, നമ്മുടെ ആത്മാവാകുന്ന ദേവാലയത്തിന്റെ ഒരു പുനഃപ്രതിഷ്ഠയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്നും നിങ്ങൾ ഓർക്കുന്നില്ല. ശരിക്കും ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ കർത്താവായ അടിസ്ഥാന വിശ്വാസത്തോട് നമ്മെ ചേർത്ത് വെക്കുവാൻ ഈ ഒരു ഉദോസിക്കുന്ന ഞായറാഴ്ച നമ്മെ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാനുള്ള ഒരു പരിശ്രമം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അവിടെ നാം സ്വയം ചിന്തിക്കുക, എവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ലോകമറിയുന്ന എന്നെയാണോ അതോ ദൈവമറിയുന്ന എന്നെയാണോ? ലോകമറിയുന്ന എന്നെയാണോ അതോ ദൈവമറിയുന്ന എന്നെയാണോ? യഹൂദോസീതോ ഞായറാഴ്ചയിൽ നാം ഓരോരുത്തരും പുനഃപ്രതിഷ്ഠിക്കപ്പെടണമെന്ന് വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? How should we rededicate ourselves? ഈ വേദഭാഗത്തിൽ ഒരു ചോദ്യവുമായി തമ്പുരാന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം യഹൂദന്മാരെ നാം കാണുന്നത്. യേശു തമ്പുരാന്റെ അത്ഭുതങ്ങൾ നിരവധി തവണ കണ്ടിട്ടും തമ്പുരാന്റെ പഠിപ്പിക്കലുകൾ ഒട്ടനവധി തവണ കേട്ടിട്ടും അതാരാണ് എന്ന് മനസ്സിലാക്കാതെ തമ്പുരാന്റെ മുമ്പിൽ വന്ന വാസ്തവത്തിൽ നീ ക്രിസ്തു തന്നെയാണോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാർ. എന്നാൽ അവർക്ക് വളരെ കൃത്യമായി യേശു തമ്പുരാൻ മറുപടി നൽകുന്നുണ്ട്. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. വിശുദ്ധ തൃത്വമാകുന്ന ദൈവത്തെ നാം മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തുവാകുന്ന അടിസ്ഥാന വിശ്വാസത്തിൽ നാം ഓരോരുത്തരും പ്രതിഷ്ഠിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ആ വചനത്തെ മനസ്സിലാക്കുവാനും ആ വചനത്തെ അനുസരിക്കുവാനുമുള്ള ഒരു ഹൃദയം കൊണ്ട് വിശുദ്ധ സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. കാരണം തമ്പുരാന്റെ വിശ്വസ്ത ആടുകളായി മാറിയാൽ മാത്രമേ തമ്പുരാന്റെ ശബ്ദത്തെ തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്ക് ഇടയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഉദോസീതോ ഞായറാഴ്ച നമുക്ക് നൽകുന്ന പ്രധാന ആഹ്വാനവും ഇത് തന്നെയാണ്. അടിസ്ഥാന വിശ്വാസമാകുന്ന ക്രിസ്തുവാകുന്ന നല്ല ഇടയന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന വിശ്വസ്ത ആടുകളായി എനിക്ക് നിങ്ങൾക്ക് മാറുവാനായിട്ട് കഴിയണം. അതിന് നമ്മുടെ ജീവിതത്തെ സത്യാനുതാപത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് ഇടയാകണം. പ്രാർത്ഥനകളിലൂടെയും കൗതാശിക അനുഗ്രഹത്തിലൂടെയും പ്രതിഷ്ഠിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. കാരണം ഇടയന്റെ ശബ്ദത്തെ നാം തിരിച്ചറിയുന്നുവെങ്കിൽ ഇടയന്റെ ശബ്ദം അനുസരിക്കുവാനും അനുവർത്തിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. മൂന്നാമതായി, എന്തിനാണ് നാം പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? Why do we need to rededicate ourselves? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഈ ഒരു വേദഭാഗത്തിൽ 27-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. എന്റെ നിങ്ങളുടെ ജീവിതങ്ങളിൽ ആത്യന്തികമായി നാം ആഗ്രഹിക്കേണ്ടത് ഇഹലോകവാസത്തിന് ശേഷമുള്ള ഒരു സ്വർഗീയ അനുഗ്രഹത്തിന്റെ അനുഭവമാണ്. അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആത്യന്തികമായി നാം ആഗ്രഹിക്കേണ്ടത് ഇഹലോകവാസത്തിന് ശേഷമുള്ള ഒരു സ്വർഗീയ അനുഗ്രഹത്തിന്റെ അനുഭവമാണ്. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ആ സ്വർഗമെന്ന് നാം വിശേഷിപ്പിക്കുന്ന ഇടം നിത്യമായ ഒരു ജീവിതത്തിന്റെ അനുഭവമാണ്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവസാദൃശ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പരമോന്നതമായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗീയ ദാനത്തെയാണ് നിത്യജീവന്റെ അനുഭവമായും സ്വർഗത്തിന്റെ സിംഹാസനമെന്നുമൊക്കെ നാം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ വ്യക്തിപരമായി നാം ഓരോരുത്തരും ഈ ആത്മീയ ജീവിതത്തിലൂടെ നടന്നു ചെല്ലേണ്ടുന്നത് ആ നിത്യജീവന്റെ അനുഭവത്തിലാണ്. അതിന് ക്രിസ്തുവാകുന്ന അടിസ്ഥാന വിശ്വാസത്തിൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ കുടുംബമായി വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുവാനായിട്ട് ഇടയാകണം. എന്റെ വാക്കുകളെ നിലവസംഹരിക്കുകയാണ്. 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? എങ്ങനെയാണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? എന്തിനാണ് പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? ശരിക്കും ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തന്റെ ജീവിതം കൊണ്ട് നമ്മെ കാണിച്ച് പഠിപ്പിച്ച ഒരു പരിശുദ്ധ പിതാവിന്റെ ഓർമ്മപ്പെരുന്നാൾ നാം ഇന്ന് കൊണ്ടാടുകയാണ്. ക്രിസ്തുവാകുന്ന അടിസ്ഥാന വിശ്വാസത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട പ്രാർത്ഥനയുടെയും നോപവാസത്തിലൂടെയും തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ട് തന്റെ ജീവിതത്തെ പ്രതിഷ്ഠിപ്പിച്ച മലങ്കരിയുടെ മഹാപരിശുദ്ധനായ പരമലോ ഗ്രിഗോറിയോസ് തിരുമേനി 1848 മുളന്തുരുത്തിയിൽ ചാതുര്യത്തെ തറവാട്ടിൽ ജനിച്ച കൊച്ചൈപ്പോറിൽ എന്ന കുഞ്ഞ് ഇന്ന് ലോകമറിയുന്ന പരിശുദ്ധനായ പരമല തിരുമേനിയായി മാറിയെങ്കിൽ തന്റെ ജീവിതത്തിന്റെ 1 നൂറ്റാണ്ടിനിപ്പുറം ഇപ്പോഴും ലക്ഷോപലക്ഷം ആളുകൾ തങ്ങളുടെ കണ്ണീരൊപ്പുവാൻ പരമലയിലെ കബറിലേക്ക് നടന്നു ചെല്ലുന്നുണ്ടായിരിക്കും. ഒരിക്കലും തോരാത്ത ഒരു അനുഗ്രഹത്തിന്റെ ഉറവ ആ പരമലയിലെ കബറിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ
അതിന് പിന്നിൽ ക്രിസ്തുവിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു അനുഭവമുണ്ട്. ക്രിസ്തുവിനെ നോക്കി ജീവിച്ച ഒരു ജീവിതമുണ്ട്. ശരിക്കും ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് കൊണ്ടാടുമ്പോൾ ആ പരിശുദ്ധൻ ജീവിച്ചു തീർത്ത ജീവിതത്തെ ഒന്ന് പിന്തുടരുവാൻ, അനുവർത്തിച്ച ദൈവിക അനുഷ്ഠാനങ്ങളെ ഒന്ന് പിന്തുടരുവാൻ, അതുവഴി ക്രിസ്തുവാകുന്ന അടിസ്ഥാന വിശ്വാസത്തിൽ നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൗതാശിക ജീവിതത്തിലൂടെയും നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധനായ പരിമലത്തിനുവീരയുടെ മധ്യസ്ഥത നമുക്ക് മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നാം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ അലിഖിച്ചിട്ടുള്ളതായ നിർദ്ദേശമാണ്